മലബാറിലെ ഉത്സവപ്പറമ്പുകളിൽ കൗതുകമാകുകയാണ് റോബോട്ടിക് കരിങ്കാളി. മലപ്പുറം എടപ്പാൾ പോട്ടൂർ സ്വദേശി രഞ്ജീഷാണ് ഒറിജിനലിനെ വെല്ലുന്ന റോബോട്ടിക് കരിങ്കാളിയെ നിർമ്മിച്ചത്. പള്ളിവാളും കാൽച്ചിലമ്പുമായി 12 അടി ഉയരത്തിലാണ് കരിങ്കാളി. സാധാരണ ഉത്സവപ്പറമ്പുകളിൽ കരിങ്കാളിയുടെ വേഷം കെട്ടി ആടാറാണ് പതിവ്. എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന കരിങ്കാളിയുണ്ട് മലപ്പുറം എടപ്പാളിൽ. ഭഗവതി രൂപമായ കരിങ്കാളി പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയത് കാഴ്ചക്കാർക്കും കൗതുകമാകുന്നു. മലബാറിലെ വിവിധ ഉത്സവങ്ങളിലേക്ക് ഈ റോബോട്ടിക് കരിങ്കാളിയെ ആവശ്യപ്പെട്ട് എത്തുന്നവരും നിരവധി. ഇല്ല, കരിങ്കാളി അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ തെയ്യങ്ങളൊക്കെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർക്കിംഗ് അല്ല, അത് വേറെ വർക്കിംഗ് ആണ്. ഇത് നമ്മൾ അതിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിലാക്കിയത്. നിലവിലൊന്ന് ഇങ്ങനെ കാണാനില്ല ചെയ്യാൻ. പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ മോട്ടറല്ല, നമ്മളാ ചിലപ്പോൾ ഉള്ളിൽ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനത്തെ കുറേ, പിന്നെ ഒരുപാട് ഇങ്ങനെ ടൈം നിൽക്കില്ല ഇങ്ങനത്തെ സാധനം. അപ്പോൾ കുറേ അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇത് നമ്മൾ വെച്ച് പോയാൽ പിന്നെ അതിരുന്ന് വർക്ക് ചെയ്തോളും. അങ്ങനെ ഉത്സവത്തിന് വെച്ചിട്ട് ചെയ്തതല്ല, അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പലതരത്തിലുള്ള രൂപങ്ങൾ പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കാളി രൂപം അപൂർവമാണ്. കൈകാലുകൾക്കൊപ്പം ശരീരവും ചലിക്കുന്നുവെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പോഞ്ച്, പൈപ്പ്, പെയിന്റ് തുടങ്ങിയവ ഉപയോഗിച്ച് വൈദ്യുതിയിലും ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. സ്വിച്ചിട്ടാൽ ചലിച്ചുകൊണ്ടിരിക്കും. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വ്യത്യസ്ത ടാബ്ലോകൾ നിർമ്മിച്ചും രഞ്ജീഷ് ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ ഇപ്പോൾ ഉത്സവ സീസണാണ്. ഓരോ ഉത്സവവും വ്യത്യസ്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഓരോ ഉത്സവ കമ്മിറ്റിയും. അങ്ങനെയാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ റോബോട്ടിക് കരിങ്കാളിയുടെ പിറവിയും. എടപ്പാളിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം.